ഉടക്കുമല്ലേ? ഉടക്കി കഴിഞ്ഞാൽ അതും കണ്ടിച്ച് കളയണതാണ് രക്ഷ. ഞാൻ പറഞ്ഞ അത് കവർ ചെയ്ത് വെച്ചോളാം. സർദോസയും കൂടി കട്ട് ചെയ്ത് കളയല്ലേ. അപ്പോൾ ഇതാണ് ഒരു മാസക്കാലം നമ്മൾ രഹസ്യമായി വെച്ചിരുന്ന ബ്ലൗസ് കേട്ടോ. അങ്ങനെ വർക്കെല്ലാം ചെയ്ത് ചേച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് സർദോസി വർക്ക് വരുന്നുണ്ട്. അത് ഉടക്കാനായിട്ട് ഭയങ്കര ടെൻഡൻസി ഉള്ളൊരു മെറ്റീരിയൽ ആട്ടോ. ഇത് പ്രത്യേകിച്ച് വലയും കൂടി ആയതുകൊണ്ട് കയറി അങ്ങോട്ട് ഉടക്കും. അപ്പോൾ ബട്ടർ പേപ്പറിനൊക്കെ വെച്ചാണ് ചേച്ചി കൊണ്ടുവന്നത്. അങ്ങനെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വേഗം തയ്ച്ചാൽ മതി. കല്യാണം കഴിഞ്ഞു കേട്ടോ. ജനുവരി 26-നായിരുന്നു കല്യാണം. ഇതിപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്നത് 27-ാം തീയതിയാണ്. 27 അത് തന്നെ 27-നാണ്. അപ്പം ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ഡിസൈൻ പുറത്ത് ആക്കാം, കുഴപ്പമില്ല. അങ്ങനെ കട്ടിങ് എല്ലാം നേരത്തെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ടാണല്ലോ വർക്ക് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എങ്ങനെയാണോ ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇനി തയ്ച്ചങ്ങോട്ട് എടുത്താൽ മതി. എല്ലാം വെട്ടേണ്ട ഇടവിലൊക്കെ വെട്ടി ഇത് കപ്പ് വെക്കുന്നുണ്ട് കേട്ടോ. അവളതെല്ലാം തയ്ച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കൈ എനിക്ക് ആദ്യമേ സെറ്റാക്കി തന്നു. കൈയിൻ്റെത് ഞാൻ അങ്ങോട്ട് ഹാങ്ങിങ് തൂക്കാനായിട്ട് തുടങ്ങി. ഇത് സത്യം പറഞ്ഞാൽ 3 ലെയർ ലൈനിങ് ഉണ്ട് കേട്ടോ. ലൈനിങ് അല്ല, നെറ്റുണ്ട്. കാരണം ആദ്യമേ നമ്മൾ ഒരു ലെയർ നെറ്റിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നെറ്റ് കീറി പോകുന്നു. സോഫ്റ്റ് നെറ്റായിരുന്നു. അങ്ങനെ ബ്ലൗസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബ്ലൗസ് കപ്പുണ്ട്, മുത്തുണ്ട്, പവിഴമുണ്ട്, കൺവീടുണ്ട്, ഞാത്തുണ്ട്. എന്നെ പറയണ ഞാത്തൊന്നല്ലേ ഇതിന് പറയണത്? ശരിയാ, ഞാത്ത്. വള്ളിയൊക്കെ അങ്ങ് നോക്കങ്ങോട്ട് കതിര് പോലല്ലേ ഉണ്ടാക്കി. കതിര്. അങ്ങനെ ബ്ലൗസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് ഇടേണ്ട ആള് വന്ന് ഇട്ട് നോക്കി കറക്റ്റ് ആണെന്ന് പറയണം. ബാക്ക് കാണിക്കും, ബാക്ക് പിന്നാമ്പുറം. ഇതൊരു 3 ബ്ലൗസിന്റെ സങ്കര ഇനമാണ്. 3 റെഫറൻസ് നമ്മൾ കാണിച്ചു തന്നിട്ട് 3ഉം കൂടി ഒരുമിപ്പിച്ച് ഒരു ബ്ലൗസിലാക്കണമെന്നുള്ളതായിരുന്നു നാൻസിയുടെ ടാസ്ക്. അതെ, ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ശരി, ഓക്കെ, ബൈ. അപ്പൊ ഇത്ര നാളെ നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന രഹസ്യം പുറത്തായിരിക്കുന്നു. കൊള്ളാൻ രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഞാൻ എനിക്ക് ഓർത്തായിരുന്നു ഇച്ചിരി കൂടി ടൈറ്റ് ആയിട്ട് കൊടുത്തല്ലോ. പിന്നെ വെയിറ്റ് താങ്ങത്തില്ല, ഭയങ്കര വെയിറ്റാ. ആള് വന്നു കേട്ടോ. ബ്ലൗസ് ഇട്ട് നോക്കി. കറക്റ്റ് പക്ക ഫിറ്റായിരുന്നു. ഒരു ചുളിവുകളും കാര്യങ്ങളും ഇല്ലാണ്ട് നല്ല രസമുണ്ടായിരുന്നു തയ്ച്ചത്. ഞാനിത് ഭയങ്കര സന്തോഷത്തോടു കൂടിയായിട്ടോ അനുപമനെ പറഞ്ഞ് വിട്ടത്. അത് കഴിഞ്ഞ് ഇതിപ്പോൾ പിറ്റേ ദിവസമാണ്. വേറൊരു ഒരു ഡ്രസ്സ് പോലത്തൊരു സാധനം, ഡ്രസ്സാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാനായിട്ട് 5 മീറ്റർ തുണിയുണ്ട്. നല്ല സൈസിൽ ചെയ്യണം കേട്ടോ. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ അംബ്രല കട്ടിൽ പ്ലേറ്റ് ഇടണമെന്നാണ് കുട്ടി പറഞ്ഞിരുന്നത്. പക്ഷെ ഒരു രക്ഷയില്ല, പ്ലേറ്റിനുള്ള തുണി കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുവാണ് ഇത് എന്ത് ചെയ്യണമെന്ന്. അവസാനം പ്ലേറ്റ് അങ്ങോട്ട് ഒഴിവാക്കി. പ്ലേറ്റ് ഒഴിവാക്കിയിട്ട് സാധാ അംബ്രല കട്ടാക്കാമെന്ന് വിചാരിച്ചു. യോക്കിൽ ഇതേപോലെ ഒരു കുഞ്ഞു ബോ പോലെയൊക്കെ വരുന്നുണ്ട്. സാറ്റൻ മെറ്റീരിയലാട്ടോ ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ യോക്ക് നല്ലപോലെ കയറ്റി അങ്ങ് വെട്ടണം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തൂങ്ങിക്കിടക്കും. നമ്മൾ വലിയ കുഴപ്പമില്ലെന്ന് വിചാരിക്കും. പക്ഷേ ബോട്ടം പോർഷനുമായിട്ട് യോജിപ്പിച്ച് കഴിയാൻ നേരത്ത് ഈ യോക്കിൻ്റെ അവിടെ നല്ലൊരു തൂങ്ങൽ വരും 2 സൈഡിലും. അതുകൊണ്ട് നല്ലപോലെ തന്നെ കയറ്റി വെട്ടിയിട്ട് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട, യോക്കിൽ ഇതേപോലെയാണ് വന്നത്. ഒരു ബോ പോലെ വന്നിട്ട് ഇത്രേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ അമ്മ വീട്ടിലൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അന്ന് പോണേൻ്റെ അന്നാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതും ചെയ്തിട്ട് ഒരു 2 കൂടി ചെയ്യാൻ ചേച്ചിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നല്ല സമയം എടുത്തോട്ടെ ഇത് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇതിനനുസരിച്ച് സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതൊരു ബ്ലൗസ് ഇതും കൂടി ചെയ്യേണ്ടതായിരുന്നു അന്ന്, പക്ഷേ സമയം കിട്ടിയില്ല. കപ്പ് വെക്കാൻ ചേച്ചിക്ക് അറിയത്തില്ല. അപ്പോൾ കപ്പൊക്കെ വെച്ച് കൊടുത്തിട്ട് ബാക്കി ചേച്ചി സെറ്റാക്കിക്കോളാൻ പറഞ്ഞിട്ട് ആണ് ഇരുന്നത്. പക്ഷേ നടന്നില്ല. തൂങ്ങലൊന്നുമില്ല. മേത്തോട്ട് വെച്ച ചേച്ചി തൂങ്ങലില്ല. അപ്പോൾ സൈഡിൽ അത് നടന്നുകൊണ്ടിരിക്കുവാണ്. പിന്നെ നമുക്ക് പരിപാടിക്ക് പോകണമല്ലോ. അപ്പോൾ കുർബാന നടക്കുവാണ്, നെറ്റ് വേണം. ഈ നെറ്റിന് എപ്പോഴും ക്ഷാമമാണ് ഈ വീട്ടിൽ. നെറ്റ് എടുക്കും, കുർബാന കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും വലിച്ചെറിയും, പിന്നെ സാധനം കിട്ടില്ല. അതവിടെ പോയതാ. അപ്പോൾ പുതിയ ഒരെണ്ണമാണ് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. നെറ്റിൽ ചുമ്മാ സൈഡിൽ ഇങ്ങനെ ലേസൊക്കെ പിടിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകാനുള്ള നേരായി ധൃതി വെപ്രോളമാണ്. 3:30 വേഗം പോയി കിയാറാനെ വിളിക്കുന്നു. പോകാൻ വേഗം നല്ല ചടപടയെന്ന് പറഞ്ഞുകൊണ്ട് ഓടി നമ്മൾ ബോട്ട് ചെട്ടി വന്നപ്പോൾ ദാ പോണ് നമ്മുടെ ബോട്ട് കിട്ടിയില്ല കേട്ടോ. ഇനിയിപ്പോൾ പിന്നെ തൊട്ട്
തൊട്ട് പുറകെ തന്നെ വേറൊരു ബോട്ട് വരുന്നുണ്ടായിരുന്നു. ആ ഒരു ആശ്വാസത്തിൽ ഞങ്ങളവിടെ ഇരുന്ന് അവിടെ 6 മണിക്ക് പരിപാടി തുടങ്ങും. നമ്മൾ 4:30 ഇക്കരെ നിൽക്കുവാണ്, അക്കരയിലോട്ട് എത്തിയിട്ടില്ല. അങ്ങനെ നമുക്ക് അവസാനം ബോട്ട് വന്നു. തൊട്ടപ്പുറത്ത് കാണുന്നത് നമ്മുടെ പഴയ ബോട്ട് ചട്ടി കേട്ടോ. ഗാന്ധിജിയൊക്കെ ഇവിടെ വൈക്കത്ത് വന്നപ്പോൾ ഈ ബോട്ട് ചട്ടിയിലാണ് വന്നിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് അതങ്ങനെ സംരക്ഷിക്കുകയാണ്, നശിപ്പിച്ചിട്ടൊന്നും കളഞ്ഞിട്ടൊന്നുമില്ല. ഇതിപ്പോൾ പുതിയ ബോട്ട് ചട്ടിയാണ്. ഇതിൽ കൂടി നമ്മളിത് ഇങ്ങനെ ബോട്ടിൽ കൂടി കയറും. തൊട്ടപ്പുറത്ത് തന്നെ ജങ്കാർ ചട്ടിയുണ്ട്. ജങ്കാർ വഴി നമുക്ക് വണ്ടികളൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതിലും വഴി കൊണ്ടുപോകാം. ജങ്കാറിനൊരു ഇച്ചിരി ഒരു അരമണിക്കൂർ എടുക്കും. ബോട്ടാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ നമ്മൾ അക്കരെ എത്തും. അപ്പോൾ ജങ്കാറിൽ ലോറി കയറ്റാൻ കാണുമ്പോൾ നമുക്ക് പേടി വരും കേട്ടോ. ഇപ്പോഴത്തെ ജങ്കാറിൻ്റെ ആ സാധനം പടപടപട ഏത് പറഞ്ഞ ഒച്ച ഇങ്ങനെ ഭയങ്കരമായിട്ട് കേൾക്കും. അന്ന് വൈകുന്നേരം ഞങ്ങൾ കൂട്ടുകാരായിട്ട് ജെയ്സൺ വന്നിട്ടുണ്ടായിരുന്നു. ജെയ്സന് ജങ്കാർ കിട്ടിയില്ല. 8:30 ആയപ്പോഴത്തേക്ക് 8:30 ഒരു ജങ്കാറുണ്ട്. വന്നതും ജങ്കാർ പോയത് ഒരുമിച്ചായിരുന്നു. പിന്നെ അവസാനം അവർ തണ്ണീർമുക്കം ബണ്ട് കറങ്ങിയാണ് അക്കരയിലെത്തിയത്. നമ്മുടെ വീട് ആ ഓടിട്ട അത് കണ്ടില്ല, അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വരും കൊണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പം ഞങ്ങളെല്ലാവരും ബോട്ടിൽ കയറി ഓരോ അട്ടാണിയും കുറച്ചങ്ങോട്ട് ഇരിക്കുവാണ്. എനിക്കാണെങ്കിൽ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ബോധം പോകും കേട്ടോ. ബോട്ടിൽ നിന്നുള്ള വരെ എനിക്ക് ബോധമുണ്ട്. ബസ്സിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഛർദ്ദിക്കാൻ വരല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ ആൻറ്റിയുടെ വീട്ടിലെത്തി. അവിടെ നമ്മൾ തയ്ച്ചുകൊണ്ട് വന്ന യൂണിഫോം എല്ലാവർക്കും വിതരണം ചെയ്തു. ഒരാൾക്ക് മാത്രമേ ഇച്ചിരി ലൂസ് ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ളവർക്കൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞേക്കുന്ന അളവിലാണല്ലോ നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. അങ്ങനെ അതൊക്കെ ഇട്ട് ഓരോരുത്തർ ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പുണ്യാളൻ്റെ ഇവിടെ അമ്മയുടെ ഇടവകപ്പള്ളി അരൂക്കുറ്റി പാതുകാപുരം പള്ളിയാണ് കേട്ടോ. അവിടെ പെരുന്നാളിന് തൊട്ട് മുന്നേ ആയിട്ട് ഇതേപോലെ ഓരോ യൂണിറ്റിന് അനുസരിച്ച് പുണ്യാളനെ ഇങ്ങനെ എല്ലാ വീട്ടിലും കൊണ്ടുവന്നിട്ട് കുർബാനയുടെ പരിപാടിയൊക്കെ എല്ലാ വീട്ടിലും അല്ല, ഓരോ യൂണിറ്റിലും ഒരു വീടിനെ എടുത്തിട്ട് കുർബാന ഉണ്ടാകും. അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും പള്ളിയിൽ പെരുന്നാൾ നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ഛന്മാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാൻസി ഇങ്ങനെ അച്ഛനെ നോക്കിയിട്ട് അയ്യോ ഇത് നല്ല പരിചയമുള്ള അച്ഛനാണല്ലോ, ഇന്ത്യൻ വോയിസ് ആ പ്രോഗ്രാമിൽ പാട്ട് പാടുന്ന അച്ഛനാണ് കേട്ടോ. അതാണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പരിചയമുള്ള മുഖമാണല്ലോ അതെന്ന്. അത് പാട്ട് പാടുന്ന അച്ഛനാണോ? ആണോ? ആ അച്ഛനിപ്പം ആരോഗ്യ ഇടവകയിൽ സഹവികാരിയായിട്ടാട്ടോ ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ പിള്ളേരൊക്കെ ദൈവമേ വളർന്ന് വലിയ പിള്ളേരായി. ഇവനൊക്കെ വൈക്കത്ത് വരുമായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ ആൻറ്റിയുടെ ഒക്കെ കൂടെ വരുമായിരുന്നു. എന്ത് കുഞ്ഞൊക്കെ ചേർത്ത് ഭയങ്കര കുസൃതിയായിരുന്നു. അവരൊക്കെ വലുതായി എനിക്ക് തിരിച്ചറിയാനേ പറ്റുന്നില്ല. ഞാൻ മറന്നുപോയി ഫേസൊക്കെ. അങ്ങനെ സിസ്റ്റർമാരൊക്കെ അപ്പുറം ഇത് ഫിലിപ്പൈൻ സിസ്റ്റർമാരാട്ടോ. അവരപ്പുറം നിന്നുകൊണ്ട് പൂവൊക്കെ കുത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ നാൻസി ഇങ്ങനെ ദൈവമേ പിന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നേ ഇല്ല, മറന്നുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ഓർമ്മകളിങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ കുർബാന കഴിഞ്ഞു കേട്ടോ. കുർബാന അവിടെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടാണ് കുർബാന തുടങ്ങിയത്. അപ്പോൾ ഇതാണ് എല്ലാവരും ഇട്ടിരുന്ന ഡ്രസ്സ്. അപ്പോൾ നടുക്ക് നിൽക്കുന്ന ആ ചേച്ചിനെ കണ്ടില്ല. ചേച്ചിക്ക് മാത്രം ഒരു പൊടിക്ക് ലൂസായി പോയി സംഗതി. ബാക്കിയുള്ളവർക്കൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നോക്കി ഈ കുർബാന കഴിഞ്ഞു. മേശയും ഡെസ്കും ഒക്കെ എടുത്ത് മാറ്റിയിട്ടതേ എല്ലാവരും അവിടെ നിൽക്കാൻ നേരത്ത് കൊച്ചു പോയി തൊഴുത് നിൽക്കുവാണ്. എൻ്റെ കൊച്ചു കയ്യും കൂപ്പി നിൽക്കണം നോക്കിക്കുക. അത്രയും തന്നെ കുർബാന നടന്നപ്പോൾ അവൾ മഹാലമ്പായിരുന്നു. പള്ളിയിൽ നിന്ന് വന്ന അച്ഛന്മാരൊക്കെ ചോദിക്കും നിങ്ങൾ ഡാൻസ് ഉണ്ടെന്ന് ചോദിക്കും. ഒരേപോലെ തുടിപ്പിട്ട് നിൽക്കുമല്ലേ. എന്നിട്ട് എവിടെയിട്ട് ഡാൻസൊന്നും ഇല്ലായിരുന്നല്ലോ. ഈ ഡ്രസ്സ് കാണുമ്പോൾ എന്തോ ഉണ്ടെന്നല്ലേ വിചാരിക്കുള്ളൂ. ഇനിയിപ്പോൾ അടുത്തൊരു പരിപാടി വരാൻ പോകുന്നത് ചേച്ചിയുടെ കയ്യിരിക്കണ കുഞ്ഞിനെ കണ്ടില്ലേ, കൊച്ചിൻ്റെ മാമോദീസയാണ്. ആ ഇരിക്കുന്നതിൽ നടുക്കത്തെ ആളുടെ കുഞ്ഞാട്ടോ. എന്തോരം കഷ്ടപ്പെട്ട് പ്രസവിച്ചാണെന്നറിയാമോ. 2 അബോർഷനായി പോയിട്ട് 3ാമത് ഫുൾ ബെഡ് റെസ്റ്റ് ഇരുന്ന് ഉണ്ടായ കൺമണിയാണ് അവൻ. അങ്ങനെ നാൻസി ഇവിടെ മെരീനാൻ്റെ ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസ് ആട്ടോ. അത് കൊള്ളാമല്ലോ, ഭയങ്കര ഫിറ്റിംഗ് ആണ്. തയ്ച്ചാൽ പോലും ഇത്ര രസം കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പുറത്തോട്ടിറങ്ങി നമ്മുടെ അടുത്ത ആൾക്കാർ വന്നു. കണ്ണാടി വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ കസിനാണ് അന്ന. അവൾ തന്നെയാട്ടോ അവളുടെയും കൊച്ചിൻ്റെയും തയ്ച്ചത്. ഇപ്പോൾ ജോലിക്ക് പോകാൻ തുടങ്ങിയതുകൊണ്ട് തയ്യലിൻ്റെ ആ ടച്ചൊക്കെ വിട്ട് എന്നാലും അവൾ ഒരുവിധം ഒപ്പിച്ചെടുത്തു എന്നാണ് പറഞ്ഞത്. നാൻസിക്ക് സമയം ഉണ്ടായിരുന്നില്ലല്ലോ, അല്ലെങ്കിൽ അവൾ ചെയ്താനേ. ഇതാണ് അമ്മയുടെ ആങ്ങളുടെ വീട്ടിൽ വെച്ചാണ് പരിപാടി നടന്നത്. നന്നായിട്ട് പാട്ട് പാടും കേട്ടോ. എനിക്ക് പാട്ടൊന്നും ഇടാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ മുഴുവൻ വെള്ളത്തിലായി പോകും. അതുകൊണ്ട് ഞാൻ പാട്ടൊന്നും ഇട്ടിട്ടില്ല, എല്ലാം മ്യൂട്ടാക്കിയേക്കുവാണ്. പിന്നെ അവിടെ ഭക്ഷണം ബിരിയാണി ആയിരുന്നു, ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞങ്ങളൊക്കെ ചിക്കൻ ബിരിയാണിയുടെ ആൾക്കാരാണ്. മറ്റവർക്കൊക്കെ ബീഫ് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവർക്ക് ബീഫ് ബിരിയാണി എന്ന് പറയുമ്പോൾ തന്നെ അയ്യോ എന്നായിപ്പോയി. ചിക്കനാണ് എനിക്ക് ഇഷ്ടം. അത് 2 പേര് നിൽക്കണോ എനിക്ക് അങ്കിളെ ഇച്ചിരി മതിയേ ഇച്ചിരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കണത്. അങ്ങനെ കിയാരയുടെയും ഐസയുടെയും നെല്ലിനയുടെയും ഒരു ഡാൻസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ 3 പേര് തമ്മിൽ 3-4 മാസത്തെ വ്യത്യാസത്തിലുള്ള പിള്ളേരാട്ടോ. കിയാര വന്നു അതിൻ്റെ പുറകെ ആയിരുന്നു ഇവരെല്ലാവരും. ഇപ്പോൾ ഒരു കൂട്ടിയിട്ട് നടക്കുന്നതായിരിക്കും കേട്ടോ. ഡാൻസ് കളിച്ചപ്പടേ ഇടി. ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടും കൂടി ഉണ്ടെങ്കിൽ രസമുള്ളല്ലേ. ബാക്ക്ഗ്രൗണ്ടിൽ സോങ് ഇല്ലാണ്ട് ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു സുഖമില്ലാത്ത പോലെ. നിങ്ങൾ പോവാണടി
എല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാം പിരിയാറായപ്പോഴത്തേക്കും ഇവിടുത്തെ പിള്ളേരുടെ ഒരു ഡാൻസ് ആയിരുന്നു. നടുക്ക് നിൽക്കണതാണ് നമ്മുടെ കസിൻ അമ്മയുടെ അനിയത്തിയുടെ മോളാണ് കേട്ടോ. മറ്റേത് നിൽക്കുന്നത് അമ്മയുടെ ചേച്ചിയുടെ മരുമോളാണ്. പിന്നെ അവരെല്ലാവരും എന്താ നടുക്ക് ബ്ലൂ ഇട്ട് നിൽക്കുന്നത് അമ്മയുടെ ആങ്ങളുടെ മോള്. മറ്റേതൊക്കെ എല്ലാവരും ചേച്ചി അനിയത്തിയുടെ മക്കളാണ് ആ നിൽക്കണതൊക്കെ. ഇവരൊക്കെ ഭയങ്കര ഡാൻസറാട്ടോ. അവൾ എന്ത് കാണിച്ചാലും രസം ഉണ്ടാവും. നടുക്ക് നിൽക്കുന്ന കാണിച്ചില്ലേ, ചുമ്മാ കളിക്കുക. അവൾ കളിക്കുന്നത് നോക്കിയാണ് അപ്പുറം നിൽക്കണവരൊക്കെ കളിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. നല്ല രസമായിട്ട് പാട്ടിൻ്റെ കൂടെ കേൾക്കുമ്പോൾ നല്ല രസമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ പാട്ടില്ലാണ്ട് ചുമ്മാ എന്തൊക്കെയോ കാണിക്കുന്നത് പോലെ ഇരിക്കും. ഞങ്ങൾ വണ്ടി കല്യാണത്തിനൊക്കെ മുന്നേ ഉണ്ടല്ലോ നിൽക്കണ നിപ്പിലൊക്കെ ഞങ്ങൾ എങ്ങോട്ടെങ്കിലൊക്കെ പോയി കളയുമായിരുന്നു. ഈ ബോട്ട് കിടന്ന് ജങ്കാറിലേക്ക് കയറിയിട്ട് ഞങ്ങൾ നമുക്കൊരു കാര്യം ചെയ്യും, ഇന്ന് നമുക്ക് മുകളിലും ഇച്ചിരി വീട്ടിൽ കിടന്നാലോ. അപ്പോൾ ഞങ്ങൾ ഉടനെ ഇവിടുന്ന് 2 ഞങ്ങൾ ഇറങ്ങും, ഇറങ്ങും. അങ്ങനെ ഞങ്ങൾ രാത്രിയിൽ പോകും. അങ്ങനെയായിരുന്നു. കല്യാണം കഴിഞ്ഞ് പിള്ളേയും പുറക്കോട്ടേക്ക് ആയപ്പോൾ എല്ലാം തീർന്നു. ഇപ്പം എല്ലാം അവനവൻ്റെ വീട്ടിലിരിപ്പ് തന്നെ. അങ്ങനെ ഒരു 10-10:30 ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി 12 മണിയായിട്ടോ നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും. പിന്നെ നമ്മുടെ സ്ഥിരം കലാപരിപാടി സ്റ്റിച്ചിങ്ങിലോട്ട് നമുക്ക് കിടക്കാം. അങ്ങനെ അന്നത്തെ പരിപാടി വിശേഷങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഭയങ്കര ഡാൻസ് ആയിരുന്നു എല്ലാവരും. ഇങ്ങനെ ചതുരക്കട്ട കെട്ടിയിട്ട് ഇവിടെ വെച്ച് നിർത്തണം. അതായത് ഇത് വേണമെങ്കിൽ നമുക്ക് ഫിനിഷ് ചെയ്ത് ഇങ്ങനെ എടുക്കാം. മനസ്സിലായോ? അപ്പൊ ഇത് കറക്റ്റിൽ നിൽക്കും. ഇവിടെ നമ്മൾ അതുപോലെ തന്നെ ചെയ്യണം. അതായത് എവിടെയാണ് പോയിന്റ് അതേലോട്ട് നിർത്തി വെച്ചു. അപ്പൊ ഇത് കറക്റ്റ് നമുക്ക് മനസ്സിലായി വെച്ചിരിക്കും. നമ്മൾ ബാക്കിൽ യുവിന് ഇടുന്ന പോലെ തന്നെ നമുക്ക് തൊടുന്നത് മുഴുവൻ പ്രശ്നങ്ങളാണ്. ആ ഒരു സാധനം കൊണ്ട് ചേച്ചി എത്ര നേരം ഇരുന്ന് പറയാം. ബാക്കിൽ വി ആണ്. നാൻസിക്ക് ഇതുപോലെ ആദ്യമൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കറക്റ്റ് വി ആക്കി എടുക്കാനായിട്ട്. ചേച്ചിക്ക് ഇപ്പോൾ ആ ഒരു കൺഫ്യൂഷനോട് ചേച്ചി നടന്നു പോകുന്നത് അവസാനം സെറ്റാക്കി എടുത്ത്. പിന്നെ ഇതിപ്പോൾ നാൻസി വെട്ടിക്കൊണ്ടിരിക്കുന്നത് മുട്ടൻ അബദ്ധമാണ്. ഫ്രണ്ട് 14.5 എടുത്തിട്ട് ബാക്ക് അവൾ 12.5 വെട്ടിയേക്കാണ്. എന്ത് ചെയ്യും? പിന്നെ ലൈനിങ് പീസ് ആയതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ കപ്പ് വെക്കേണ്ടതുകൊണ്ടായിരുന്നു നമ്മൾ കപ്പ് വെക്കണ ഒരു പ്രത്യേക ലൈനിങ് വേണം. അതിന് വേണ്ടിയിട്ട് ഉപകരിച്ചു. അങ്ങനെ ഫുള്ള് നമ്മൾ ചില സമയത്ത് ഇങ്ങനെ അബദ്ധങ്ങളുടെ പെരുമഴയായിരിക്കും. പിന്നെ സോൾവ് ചെയ്യാനുള്ള മാർഗവും നമുക്ക് കാണും. പിന്നെ ആ സമയത്ത് ഞാൻ ഓർത്തു ചന്തയിൽ പോയി എന്തെങ്കിലും മീമി കിട്ടുവാന്ന് നോക്കാമെന്ന്. മീനൊക്കെ ചന്തയിൽ ഇപ്പോൾ ഭയങ്കര കുറവാട്ടോ. പിന്നെ ഇച്ചിരി ഞണ്ടും ചെമ്മീനും കിട്ടി. അത് വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് ഞങ്ങൾ പോന്നു. നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ചെമ്മീനും ഞണ്ടും. ഞണ്ട് കണ്ടില്ലേ, കുഞ്ഞാപ്പി ആട്ടോ. ഇതിനകത്ത് വല്ലതും ഉണ്ടാകുന്ന ഒരു പിടുത്തവും ഇല്ല. അയ്യോ, ഇതൊക്കെ സോഫ്റ്റ് ഞണ്ടാണല്ലോ. മറ്റേ ആ ബൂംബാങ്ങിൻ്റെ വീഡിയോയിൽ കണ്ട പോലത്തെ വല്ല മാംസം ഉണ്ടാകുന്ന അറിയത്തില്ല. കടലിൽ നിന്ന് കായലിലോട്ട് കയറിയതാണെന്നാ അവർ പറഞ്ഞത്. പിന്നെ എന്തെങ്കിലും ആയിട്ട് നോക്കാം. പിന്നെ ചെമ്മീൻ വാങ്ങിച്ചു. ചെമ്മീൻ നല്ല ചെമ്മീനാ. ചെമ്മീൻ നമുക്ക് വറുക്കാം. നമുക്ക് ഞണ്ട് കുട്ടന്മാരെ വെട്ടിയെടുക്കാം. അതിനകത്ത് വല്ല ഉണ്ടാകുന്നറിയത്തില്ല. ഉണ്ടാകുന്ന നോക്കുമ്പോൾ ആദ്യമേ ഒരെണ്ണം പൊളന്ന്. ഇതിനകത്ത് പഞ്ഞി ഞണ്ട് 2-3 ഉണ്ടല്ലേ. ഞണ്ടിനകത്ത് വല്ലതും ഉണ്ടാ? ഒന്നുമില്ല, കട്ടിയുണ്ടോ അതിന്? അതൊന്നും മുറിക്കണ്ട, അതേപടി ഇട്ടാച്ചാൽ മതി. അമ്മ അവിടെ ക്ലീനിങ് തുടങ്ങി. എന്നാൽ പിന്നെ ഞാൻ അമ്മാനിച്ച് നിന്നിട്ട് കാര്യമില്ല. നല്ല സമയമായിട്ടുണ്ട്. 2 മണിയൊക്കെ ആയിട്ടുണ്ട് മീനൊക്കെ വാങ്ങി വീട്ടിൽ വന്നപ്പോൾ. അപ്പോൾ വേഗം ചോറ് കഴിക്കാനായിട്ട് അപ്പം ഞാൻ അപ്പുറത്തുനിന്ന് നമ്മുടെ ആ പാത്രത്തിൽ സവോള, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി ഇതെല്ലാം കൂടി അങ്ങോട്ട് വേഗം നിറഞ്ഞിട്ട് വഴറ്റാൻ തുടങ്ങി കേട്ടോ. ഇത് ഓരോ തവണയും ഞങ്ങൾ ഓരോ തരത്തിലായിരിക്കും കറി വെക്കുന്നത്. പണ്ടൊക്കെ ഉരുളൻകിഴങ്ങ് ഇട്ടാണ് കറി വെച്ചോണ്ടിരുന്നത്. അമ്മ പറയുമായിരുന്നു, ഈ പണ്ടത്തെ എൻ്റെ കറി നിനക്ക് എന്ത് ഇഷ്ടമായിരുന്നു, ഇപ്പം നിനക്ക് എൻ്റെ കറി ഇഷ്ടമല്ലല്ലേ എന്ന്. എന്താണ് കുട്ടി സർപ്രൈസ്? കള്ളി അത് വഴണ്ടി വരുന്ന സമയം കൊണ്ട് സകലമാന മസാലകളും ചേർക്കാം കേട്ടോ. ഞണ്ടിന് എപ്പോഴും കുരുമുളക് ഇങ്ങനെ മുമ്പന്തിയിൽ നിൽക്കണം. ഞണ്ട് കറി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിങ്ങനെ നിറഞ്ഞ് ഒഴുകണം. അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ. എന്നാലും ഇച്ചിരി മുമ്പന്തിയിൽ കുരുമുളക് നിൽക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ എല്ലാം നമ്മൾ വഴറ്റിയിട്ട് സാധാരണ ഞങ്ങൾ ഈ ഞണ്ടൊന്ന് മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു കുഞ്ഞു കഷ്ണം പുളിയും കൂടി ഇട്ടിട്ട് വേവിച്ചിട്ട് ഇങ്ങനെ ചേർക്കാറുണ്ട്. ഇതിപ്പോൾ വെറുതെ ചേർത്തേക്കുവാ. ഞണ്ട് കറി റെഡിയായി, ചോറ് കഴിക്കാം. ഇന്നിപ്പോൾ സൺഡേ
ജനുവരി 26 അനുപമയുടെ കല്യാണത്തിൻ്റെ മകനായിട്ട് ഞങ്ങൾ 3 പേരും ഒരുങ്ങി. നാൻസി അവിടെ പുറകെ ഒരുങ്ങിക്കൊണ്ട് നടക്കുന്നു. ഞാൻ ഉണ്ടാക്കുന്ന ഈ ഡ്രസ്സാണ്. നമ്മൾ കഴിഞ്ഞ തവണ ഇത് ഫുൾ ആയിട്ട് നമ്മൾ കാണിച്ചില്ലല്ലോ ഇതുവരെ. മര്യാദക്ക് പള്ളിപ്പുറമേ നിന്നിട്ടല്ലേ കാണിച്ചത്. ഇപ്പം ഇതിന് ഫുൾ സൈസ് കാണിച്ചു തരാം. ഔട്ട്ഫിറ്റ് അന്നത്തത് വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റിയില്ലല്ലോ. അന്ന് ഊട്ട വീണതും ശരിക്കും കാണിക്കാൻ പറ്റിയില്ല. നമ്മളത് ഫ്യൂസിങ് ടേപ്പ് വെച്ച് മറച്ചത്. അതെ പിന്നെയും തെളിഞ്ഞു വന്നിട്ടുണ്ട്. അത് പോയി ടേപ്പ് പോയിട്ടോ. അതെ ഇതാണ് ഒന്ന് തേച്ചപ്പോൾ കരിഞ്ഞു പോയത്. കണ്ട എന്താ കുറച്ച് തുണി ഇരിപ്പുണ്ട്. നമുക്ക് ഒന്നും കൂടി ഫ്യൂസിങ് ടേപ്പിന് തേച്ച് വെച്ചിട്ട് വരാം. ശരി ബാ. നമ്മൾ ഫ്യൂസിങ് ടേപ്പിന് ഒന്നും കൂടി തേച്ച് വെച്ചു കേട്ടോ. ഇത് അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല, വേഗം പറഞ്ഞു പോകുന്നില്ലേ. എനിക്ക് തോന്നുന്നു അന്ന് ശരിക്കും അത്ര ഒട്ടിയില്ലായിരുന്നു. ഇപ്പോൾ ഒട്ടിയിട്ടുണ്ടോ? എന്താന്ന് പറഞ്ഞു പോരാൻ കാര്യം? അങ്ങനെ പറഞ്ഞു പോരണ്ടല്ലോ. അതൊക്കെ അവിടെ ഇരുന്നോട്ടെടി, ഈ മുറിച്ചൊന്നും കളയണ്ട. അങ്ങനെ ഒന്നും കൂടി ടെമ്പററി സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അത്ര പെർമനൻ്റ് ഒന്നും അല്ലാട്ടോ. പിന്നെ തൽക്കാലം ഒരു ആശ്വാസം. ആ ഊട്ടയായിട്ട് കാണുന്നതിലും നല്ലതല്ലേ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വേഗം നോടി അനുപമയ്ക്കൊരു സമ്മാനം വാങ്ങാനായിട്ട് ട്രെൻഡ്സിൽ വന്നോട്ടോ. ട്രെൻഡ്സിൽ വന്നപ്പോൾ അവിടെ ഓഫർ ഉണ്ടായിരുന്നു. 3500 വാങ്ങിച്ചാൽ 3500 ഫ്രീ. പക്ഷെ ഓഫറൊന്നും നോക്കി വാങ്ങാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അതും പോരാത്തതിന് കിയാരായിട്ടല്ലേ വന്നത്. അവൾ ഒന്നിനും സമ്മതിച്ചില്ല. ഭയങ്കര ഓട്ടോ ചാട്ടോ ബഹളമായതുകൊണ്ട് ഞാൻ പിന്നെ നമ്മൾ ആ എടുത്തതിൻ്റെ വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല എടുത്ത ഡ്രസ്സിൻ്റെ. പിന്നെ വേഗം ഒരു ഡ്രസ്സും എടുത്തുകൊണ്ട് അവിടുന്ന് പോരുകയാണ് ചെയ്തത്. 12 മണിയായിട്ടുണ്ട്. നമ്മൾ വൈക്കത്ത് നിൽക്കുവാണ്. അവിടം വരെ ഓടി എത്തണ്ടേ. അങ്ങനെ നമ്മളെ കല്യാണം നടക്കുന്ന പരിപാടിയിൽ നമ്മുടെ സ്ഥലത്തെത്തി. എന്തൊരു വെയിലായിരുന്നു അറിയാം. എൻ്റെ പുന്നെ പൊള്ളി കൈയൊക്കെ പൊള്ളി പോകുമായിരുന്നു വെയിലത്തോട്ട് ഇറങ്ങിയിട്ട്. വന്ന പടയെ തന്നെ സദ്യ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് കയറിയിരുന്നു. പിന്നെ ചെറുക്കനും പെണ്ണും എല്ലാം വന്നു. ഞാൻ ഈ വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മര്യാദ ബ്ലൗസിൻ്റെ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഷോർട്സിന് എന്താണെങ്കിലും ഇടാം കേട്ടോ. ഷോർട്സിന് എനിക്ക് നല്ല അവളുടെ ക്ലോസപ്പിലുള്ള ഫോട്ടോസൊക്കെ പിന്നെയും കിട്ടിയിട്ടുണ്ട്, വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ വീഡിയോയിൽ അത്ര കിട്ടിയില്ല. അപ്പോൾ ഈ ഇരിക്കുന്നത് എൻ്റെ കൂട്ടുകാരികളാട്ടോ. ഇതേ ഇരിക്കുന്നത് 2 പേര്, സ്വാതിയും ബിനുതയും. അവർ 2 പേരും കൂടി ഞാൻ വീഡിയോ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഭയങ്കര അഭിനയമാണ് സംസാരിച്ചുകൊണ്ട്. അപ്പോൾ എന്നോട് പറയാം. അപ്പോൾ ഞാൻ ചോദിച്ചത് സർവാഭരണ വിഭൂഷിതയായിട്ടാണല്ലോ വന്നേക്കണത്. മാലയും കമ്മലും ഒക്കെ ഇട്ടിട്ടാണ് 2 പേരും കൂടി ഇറങ്ങിയേക്കുന്നത്. കിയാര ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ. അവിടെ ഇരുന്ന് എന്തൊക്കെ കാണിച്ചതെന്ന് എനിക്ക് ഒരു പിടിയില്ല. അധികം അലമ്പിക്കാണ്ട് ഞാൻ പിന്നെ വേഗം വീട്ടിലോട്ട് പോരുവാ ചെയ്തത്. കച്ചറക്കുട്ടിയായിരുന്നു. അപ്പോൾ അത് എന്നെ കാണിച്ചു തരുവാണ്. മല കമ്മല് കണ്ടോ അതൊക്കെ സ്വർണ്ണമാണോ കേട്ടോ. ഭയങ്കര മറ്റേ ചെട്ടിനാടോ അങ്ങനെ ഏതാണ്ടാണോ, വള സ്വർണ്ണമല്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിപ്പോൾ ചെറുക്കനും പെണ്ണും LICയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ 2 ബ്രാഞ്ചിലെ ആൾക്കാർ ഫുള്ളും ഉണ്ടായിരുന്നു. ബ്ലൗസ് കൊള്ളായിരുന്നു, എല്ലാം ഫിറ്റിങ് ഓക്കെ ആയിരുന്നു. പക്ഷേ ആ വെയിറ്റ് വരുന്ന ആ എടുത്ത് കുത്തുന്ന കൈ ഉണ്ടല്ലോ, നമ്മൾ സാരി കുത്തിയേക്കുന്ന കൈ, ആ കൈയുടെ വശം നെറ്റ് ആയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, ചെറുതായിട്ടൊരു തൂങ്ങലുണ്ടായിരുന്നു ആ സ്ലീവിന്. അതിനനുസരിച്ച് ഭയങ്കര വിഷമായി പോയത് കണ്ടപ്പോൾ പിന്നെ അത് ഒരുപാട് ബ്രൈഡിൻ്റെ നമ്മൾ നോക്കിയപ്പോൾ അങ്ങനെയാട്ടോ. പിന്നെ നമ്മൾ വേഗം വീട്ടിലോട്ട് വന്നു. ഒരു വന്ന വഴിക്ക് ഒരു കരിക്കൊക്കെ വാങ്ങിച്ചു കുടിച്ചു. സദ്യ കഴിച്ച് വയറ് നിറഞ്ഞിരുന്നതുകൊണ്ട് ഫുള്ളും കരിക്കിൻ്റെ കാമ്പ് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനോട് അതേപടി അടച്ച് വണ്ടിയിലോട്ട് വെച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് കഴിഞ്ഞ ദിവസം ചെയ്തുകൊണ്ടിരുന്ന ഡ്രസ്സിൻ്റെ ഓക്കെ ആയിട്ടുണ്ട്. ഇതും ഫുള്ളായിട്ടില്ല. ഇതിനും കുറച്ച് പരിപാടികളുണ്ട് ബാക്കിയുണ്ട്. കുറച്ച് മുത്തുകളൊക്കെ ഒരു റെഫറൻസ് തന്നിട്ടുണ്ട്, അതേപോലെ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതൊക്കെ പിടിപ്പിക്കണം. അതിനിപ്പോൾ എല്ലാം ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം. വീഡിയോ ഇതോടുകൂടി ഇത് നമ്മൾ ചെയ്തേക്കുന്നത് ഫുള്ളും കാണിക്കുന്നതാണല്ലേ അതിൻ്റെ ഒരു മര്യാദയെന്ന് ഓർത്തിട്ട് ഞാൻ കാണിച്ചതാട്ടോ. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ മാറ്റി വെച്ച ബ്ലൗസില്ലേ, ആ ബ്ലൗസും ഏകദേശം 2 സെറ്റാക്കിയിട്ടുണ്ട്. സെറ്റാക്കിയിട്ട് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഇനി കൊളുത്ത് പിടിപ്പിക്കണം, ഹെം ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ ഇനി ഞാൻ ചെയ്യണം. കണ്ടോ, ഇപ്പോഴത്തെ ഒരു ഫാഷനാണല്ലോ ഫ്രണ്ടിൽ ഇതേപോലെ വരുന്നത്. അതേപോലെയാണ് ചെയ്തേക്കുന്നത്. ഒരു ഹാങ്ങിങ് കൂടി വരാനുണ്ട് കേട്ടോ. ഹാങ്ങിങ് വേണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ വൈറ്റ് ബ്ലൗസ് നല്ല രസമാട്ടോ കാണാനായിട്ട്. അത് ഒരു റെഫറൻസ് കാണിച്ചതുകൊണ്ടായിട്ട് നല്ല രസമുണ്ട് കാണാൻ. കപ്പൊക്കെ വെച്ചിട്ടാണ് 2ഉം ചെയ്തേക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.